ഹായ്, എല്ലാവർക്കും നമസ്കാരം. കോഴിക്കോട് കോനാട് ബീച്ചിൽ അവിടുത്തെ കടപ്പുറത്തുകാരായിട്ടുള്ള സ്ത്രീകൾ ചൂലെടുത്ത് കമിതാക്കളായിട്ടുള്ള കുട്ടികളെ ഓടിക്കുന്ന ഒരു ദൃശ്യം ചില ചാനലുകളിലൊക്കെ കാണാനിടയായി. ഒന്ന് രണ്ട് ചാനലുകൾ അത് സംപ്രേഷണം ചെയ്തിരുന്നു. ഇവർ ചൂല് കൊണ്ട് നടക്കുന്നതും ഈ കുട്ടികളോട് അവിടുന്ന് പോകണം, ഇങ്ങനെ ഇവിടെ ഇതൊന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നതൊക്കെ കണ്ടു. സ്ത്രീകളായിട്ടുള്ള വീട്ടമ്മമാരാണ് ഈ ഒരു സംഭവത്തിന് ഇറങ്ങിയിരിക്കുന്നത്. അവർ പറയുന്നത് പറഞ്ഞാൽ അവരുടെ കുട്ടികൾ കളിക്കുന്ന സ്ഥലമാണ് ഈ ബീച്ച്. കാരണം ബീച്ചിൻ്റെ സൈഡിൽ താമസിക്കുന്ന ആളുകളാണ് അധികം. അപ്പോൾ അവരുടെ കുട്ടികൾക്ക് മുറ്റം എന്ന് പറയുന്നത് ഈ ബീച്ചാണ്. അപ്പോൾ സ്കൂൾ വിട്ട് വരുമ്പോഴും സ്കൂളില്ലാത്തപ്പോഴും അവധി ദിവസങ്ങളിലൊക്കെ ഈ കുഞ്ഞുങ്ങൾ കളിക്കുന്നതും ഈ അമ്മമാരൊക്കെ കാറ്റുകൊള്ളാനിരിക്കുന്നതും ഒക്കെ ഇവിടെയാണ്. പുറമേയുള്ള ആളുകളും ഇവിടെ വരാറുണ്ട്. അപ്പോൾ വന്ന് ഇരുന്ന് കാറ്റുകൊണ്ട് രസമായിട്ട് പോവുകയാണെങ്കിൽ അവർക്കും കുഴപ്പമില്ല. പക്ഷെ അവർ പറയുന്ന കുറേ കാലമായിട്ട് ഇവിടെ അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നു. അവിടെ ഒരു കുറ്റിക്കാടുണ്ട് ഈ ബീച്ചിനോട് ചേർന്നിട്ട്. ആ കുറ്റിക്കാട്ടിൽ ചെന്നിരുന്നിട്ട് കാണാൻ പാടില്ലാത്ത രീതിയിലുള്ള പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ കുട്ടികൾക്ക് അവിടെ വന്ന് ധൈര്യമായിട്ട് കളിക്കാനോ ഇരിക്കാനോ പറ്റാത്തൊരു സാഹചര്യം. കാരണം ഈ ചെറിയ കുട്ടികളൊക്കെ വിടുമ്പോൾ ആ കുഞ്ഞുങ്ങൾ കാണാൻ പാടില്ലാത്ത പല സീനുകളും കാണുകയാണ്. ഒരു കുട ചൂടിക്കൊണ്ട് ഈ ബീച്ചിൽ വന്നിരുന്നിട്ട് ഈ കുടയുടെ മറവിൽ ഒരു പൊതുസമൂഹത്തിൽ ചെയ്യാൻ പാടില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യും. ഇതൊക്കെ ഈ കുഞ്ഞുങ്ങൾ കാണുകയും ചെയ്ത് ഇവർക്ക് സഹി കെട്ടു. അപ്പോൾ അവിടുത്തെ പുരുഷന്മാർ ഇതിനെ ചോദ്യം ചെയ്തു എന്നാണ് പറയുന്നത്. കഴിഞ്ഞൊരു ദിവസം ഒരു സ്ത്രീയും പുരുഷനും ഇതുപോലെ വന്നിരുന്ന് വളരെ മോശമായ രീതിയിൽ അവർ എന്തൊക്കെയോ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും അത് കണ്ടുകൊണ്ട് വന്ന ഒരു മനുഷ്യൻ, അവിടുത്തെ തന്നെ ഒരാൾ വന്നിട്ട് ഇങ്ങനെ ഇതൊന്നും ഇവിടെ പാടില്ല, നിങ്ങൾ വന്ന് കാറ്റ് കൊള്ളുകയാണെങ്കിൽ കൊണ്ടിട്ട് പോയിക്കോളൂ, അല്ലാതെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ പാടില്ല എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്തതിന് അയാളെ അസഭ്യം പറയുകയും അയാളെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. അയാൾക്കെതിരെ കേസ് കൊടുക്കുകയൊക്കെ ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ പുരുഷന്മാർ ഇടപെട്ട് കഴിഞ്ഞാൽ ഇത് വേറൊരു തരത്തിലേക്ക്, അതായത് സദാചാര ഗുണ്ടായിസം എന്നുള്ള തരത്തിലേക്കൊക്കെ മാറും എന്നുള്ളത് കൊണ്ട് അവിടുത്തെ സ്ത്രീകൾ സഹി കെട്ടിട്ട് സ്ത്രീകൾ സംഘടിച്ചിട്ട് ഇതുപോലെയുള്ളവർക്ക് ബോധവൽക്കരണം എന്നുള്ള നിലയ്ക്കാണ് ചൂലുകൊണ്ട് ഇറങ്ങിയിട്ട് അവർ ഇനി ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ചൂലുകൊണ്ട് അടിക്കും എന്നുള്ള തരത്തിലൊരു വാണിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി കടപ്പുറത്ത് ഇറങ്ങിയത്. അപ്പോൾ അതിനെ രണ്ട് തരത്തിൽ കാണുന്ന ആൾക്കാരുണ്ട്. ഒരു കൂട്ടർ പറയുന്നത് ഇതൊരു സദാചാര ഗുണ്ടായിസാണ്, ഒരു ആണിനും പെണ്ണിനും എന്താ ബീച്ചിൽ വന്നിരുന്നൂടെ, അവർക്ക് സല്ലപിച്ചൂടെ, ഇത് ഇവിടുത്തേതാണ്, ഇതാ ചോദ്യം ചെയ്യാൻ ഇവരാരാണ്, സദാചാര ഗുണ്ടകളോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഒരു കൂട്ടർ ഇത് പാർട്ടിയായിട്ട് കൂട്ടിക്കിട്ടുന്നുണ്ട്. അതായത് സംഘപരിവാറിൻ്റെ ഒരു ഇതാണ്, ഇങ്ങനെ ഇരിക്കാൻ പാടില്ല കമിതാക്കൾ എന്നൊക്കെ തരത്തിലുള്ള ഒരു രീതിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ചില ആളുകൾ പറയുന്നുണ്ട് ഇങ്ങനെ സംഭവങ്ങളൊക്കെ നടക്കുന്നതാണ്, അപ്പോൾ അതിന് പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ച് ഇവർ എന്നോ പ്രതികരിക്കേണ്ടതാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പ്രതികരിച്ചത് നന്നായി എന്ന് പറയും. ജാതി മത ഭേദമില്ലാതെയാണ് സ്ത്രീകൾ ഇറങ്ങിയിരിക്കുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ പാർട്ടി വൽക്കരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ജാതി മതം ഇല്ലാണ്ട് ആ ബീച്ചിൻ്റെ കരയിൽ താമസിക്കുന്ന എല്ലാവരും തന്നെ, എല്ലാ സ്ത്രീകളും തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അവർക്ക് ഇതൊക്കെ കണ്ട് മടുത്തു. കാരണം അവരെ കുട്ടികൾ ഇത് കണ്ടിട്ടാണ് വളരുന്നത്. അപ്പോൾ അവരുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. അതുകൊണ്ടാണ് അവർ പ്രതികരിച്ചത്. നമുക്കൊക്കെ അറിയാം. അപ്പോൾ ഈ അമ്മമാര് ഇതൊക്കെ പറഞ്ഞല്ലോ, ഈ സംഭവങ്ങൾ നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഒരുവിധം സ്ത്രീകൾക്കൊക്കെ ചിലപ്പോൾ ഇതേ അഭിപ്രായം ഉണ്ടായിരിക്കും. നമുക്കറിയാം നമ്മളുടെ നാട്ടിലുള്ള പാർക്കുകളിൽ ഇതുപോലുള്ള ബീച്ചുകളിലൊക്കെ നമ്മൾ പോകുന്ന അവസരത്തിൽ നമ്മളും ഇതുപോലെ കാണാൻ പാടില്ലാത്ത പല കാഴ്ചകളും കണ്ടിട്ടുണ്ടാവും. ഒരുപാട് പേര് ഇതിനെക്കുറിച്ചിട്ട് സംസാരിക്കുന്നത് ഞാൻ തന്നെ കേട്ടിട്ടുണ്ട്, ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെയൊക്കെ സമീപ പ്രദേശത്തുള്ള പാർക്കുകളിൽ പോയി കഴിഞ്ഞാൽ നട്ടുച്ച നേരമാണ്. നട്ടുച്ച നേരത്തൊക്കെ ഈ പാർക്കിൽ എന്താണ് കാര്യം? നട്ടുച്ച നേരത്ത് പാർക്കിലൊക്കെ ചെന്നിരുന്നിട്ട് ഒരു മടിയില്ല, ഒരു മറയില്ല. അതാണ് മനസ്സിലാക്കേണ്ട കാര്യം. ഒരു പെൺകുട്ടികൾക്ക് പോലും ഒരു മടിയില്ല. എന്താണ് ഇവർ ചെയ്യുന്നത്, ഇത് നാട്ടുകാർ കാണുന്നുണ്ട് എന്നുള്ളൊരു ബോധം പെൺകുട്ടികൾക്ക് പോലും ഇല്ല എന്നുള്ളതാണ് ഭയങ്കര അതിശയകരമായിട്ടുള്ള കാര്യം. പണ്ട് ആൺപിള്ളേരാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, പെൺപിള്ളേർക്ക് ഒരു മടിയൊക്കെ ഉണ്ടായിരുന്നു. ഇത് നമ്മളൊക്കെ നടന്നു പോകുന്ന സൈഡിൽ ഇരുന്നിട്ട് അവർ എന്ത് തോന്നിയാസം ചെയ്യും, നമ്മളെ കണ്ട ഭാവം നടിക്കില്ല. അങ്ങനെ എത്രയോ പേര് കാണാൻ പാടില്ലാത്ത രീതിയിൽ ഇതുപോലെയുള്ള പിള്ളേരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ അത് കണ്ട് സഹി കെട്ടിട്ടാണ്. ഇപ്പോൾ വിദേശ രാജ്യങ്ങളോടൊക്കെ കമ്പയർ ചെയ്യുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിലൊക്കെ ആരും അങ്ങനെ നോക്കാറില്ല, അവർക്ക് അവരുടെ സ്വകാര്യതയെ മാനിക്കും.
പൊതു ഇടങ്ങളിൽ ചെയ്യാൻ പാടുള്ള കാര്യങ്ങൾ അവിടെയൊക്കെ വിദേശ രാജ്യങ്ങളിൽ ഉണ്ടാവും. അതെന്താണെന്നറിയോ, ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവർ ചെയ്യുക, അല്ലേ? ഒന്ന് കെട്ടിപ്പിടിക്കുകയും കിസ് ചെയ്യുകയൊക്കെ ആയിരിക്കും നമ്മൾ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവുക. അതൊക്കെ എല്ലായിടത്തും നടക്കുന്ന കാര്യങ്ങളാണ്, അതൊക്കെ കണ്ട് എല്ലാവർക്കും പക്ഷെ ഇവിടെ അതൊന്നും അല്ല നടക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ പാടില്ലാത്ത രീതിയിൽ ബെഡ്റൂം സീനുകൾ പൊതു ഇടത്ത് ഒരു പാർക്കിലൊക്കെ നടക്കുകയാണ്. അപ്പം നമ്മൾ എന്താ അതിനെ വിലയിരുത്തേണ്ടത്? ശരിക്കും ഇങ്ങനെയുണ്ടോ കുട്ടികളെ? ഏത് വീട്ടിൽ നിന്നാണ് ഇങ്ങനത്തെ കുട്ടികളൊക്കെ വരുന്നത് എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരും. അതുപോലെ തന്നെ ഇവരൊക്കെ ഈ ചെയ്യുന്നതിൻ്റെ ഫലം അനുഭവിക്കുന്നത് ആരാന്നറിയോ? എന്തെങ്കിലും ഒരു കാര്യത്തിനായിട്ട് ഏതെങ്കിലും സ്ഥലത്ത് വല്ല ഇന്റർവ്യൂവിനോ വല്ല മത്സര പരീക്ഷകൾക്കോ ഒക്കെ പോകുന്ന മകളെയും കൊണ്ട് അച്ഛനോ ആങ്ങളെയോ ഒക്കെ ആയിരിക്കും പോവുക. അപ്പൊ അവര് ഈ സമയം, ട്രെയിനിന്റെ സമയമൊക്കെ ശരിയാക്കാൻ വേണ്ടി ഏതെങ്കിലും പാർക്കിലോ ബീച്ചിലോ ഒക്കെ പോയിരുന്നു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾ അവരെയും ഇതേ കണ്ണോടുകൂടി കാണുന്നു എന്നുള്ളതാണ് വേറൊരു വസ്തുത. കാരണം ഇവര് ഇത് കണ്ട് ശീലമായി. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇങ്ങനെ ഈ ഉച്ച നേരത്ത് നട്ടുച്ച നേരത്ത് സമയമില്ലാത്ത സമയത്തൊക്കെ പാർക്കിലും ബീച്ചിലും ഒക്കെ ഇങ്ങനത്തെ ഇടപാട് നടന്ന് കണ്ട് ശീലമാണ് അവർക്ക്. അപ്പൊ അച്ഛനും മകളും ആണോ, സമയം പോകാനാണോ ഇവരിവിടെ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ആങ്ങളെയും പെങ്ങളും ആണോ എന്നുള്ളത് കാണുന്ന കാഴ്ചക്കാർ ചിന്തിക്കില്ല. അവര് ഒരു തെറ്റിദ്ധാരണയോട് കൂടിയിട്ടാണ് ഇവരെ നോക്കിക്കാണുന്നത്. അങ്ങനെയാണ് സദാചാരം ഉണ്ടായതൊക്കെ വരുന്നത് അപ്പോഴാണ്. കാരണം ആങ്ങളെയാണോ പെങ്ങളാണോ അച്ഛനാണോ മോളാണോ എന്ന് അറിയാതെ ചോദ്യം ചെയ്യും. എന്താ ഈ നേരത്തെ ഇവിടെ വന്നിരിക്കുന്നത് എന്നൊക്കെ ചോദ്യം ചെയ്യും. അത് തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടാകുന്ന ആ തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത് ഈ കുട്ടികൾ ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നതിലൂടെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പല സ്ഥലത്തും ബീച്ചിലും പാർക്കിലും ഒക്കെ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകുമ്പോൾ കുഞ്ഞുങ്ങളുടെ കണ്ണ് മറക്കേണ്ട ഒരവസ്ഥ പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ തന്നെ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഒരുപാട് പേര് അനുഭവം പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗത്തേക്ക് പോകണ്ട, അവിടെ വേറെ പരിപാടി നടക്കുന്നുണ്ട്, കുട്ടികളെയും കൊണ്ട് അങ്ങോട്ട് പോകണ്ട, ആ സൈഡിലേക്ക് പോകണ്ടെന്ന് പറയുന്ന എത്രയോ ആൾക്കാർ നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാർ പറയുമറിയോ ഇങ്ങനെ ബീച്ചിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, അതുപോലെ പാർക്കിൽ ചെന്ന് കഴിഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. ഇതിനെയൊക്കെ സ്ത്രീകൾ തന്നെ നേരിടണം, സ്ത്രീകൾ തന്നെ ഇറങ്ങി പെൺകുട്ടികൾക്ക് ബോധവൽക്കരണം കൊടുക്കേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുക. അപ്പോൾ അവർ ചെയ്തതിൽ ഒരു തെറ്റുമില്ല. കാരണം അവരുടെ കുഞ്ഞുങ്ങളിത് കണ്ട് അവർക്കും മടുപ്പായി തുടങ്ങി, ഇവർക്കും അതൊരു പേടിയായി തുടങ്ങി. കുഞ്ഞുങ്ങളിത് കണ്ടിട്ടല്ലേ വളരണമെന്നൊരു, അതായത് ബന്ധങ്ങൾക്കൊന്നും ഒരു വിലയില്ലാത്ത രീതിയിൽ എന്തുമാവാം ഏതുമാവാം എന്നുള്ള ഒരു മാനസികാവസ്ഥയിൽ കുഞ്ഞുങ്ങൾ എത്തപ്പെടുന്നത് കണ്ടിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഭയത്തിൻ്റെ പേരിലാണ് വീട്ടമ്മമാരെ ഇങ്ങനെ ഒരു പ്രതിരോധത്തിൽ ഇറങ്ങിയത്. അത് വളരെ നന്നായി പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യമാണ്. അതിനെ രാഷ്ട്രീയവൽക്കരിച്ചിട്ടോ വേറെ ഏതെങ്കിലും രീതിയിൽ ചിത്രീകരിച്ചിട്ടോ അതിനെ ഇല്ലായ്മ ചെയ്യരുത്. കുറച്ച് പേരെങ്കിലും, വളരെ കുറച്ച് കുട്ടികളെങ്കിലും ഈ വീട്ടമ്മമാരുടെ പ്രതിരോധത്തിലൂടെ സ്വയം മനസ്സിലാക്കുകയാണെങ്കിൽ അത് നല്ലത്. കാരണം ഇങ്ങനെ പ്രതിരോധിക്കാൻ ആളുണ്ട്, അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലത്ത് ചെന്നിരുന്നു കഴിഞ്ഞാൽ നാണം കെടും എന്നുള്ളൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ ഇതിനൊന്നും മുതിരില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ഇങ്ങനെയുള്ളവർ പ്രതികരിക്കുന്നവരെ നിരുത്സാഹപ്പെടുത്താതിരിക്കുകയാണ് നമ്മുടെ കടമ.